കൊട്ടാരക്കര ടൗണും പരിസരവും കേന്ദ്രീകരിച്ച് പെൺവാണിഭ സംഘം പിടിമുറുക്കുന്നു. കൊട്ടാരക്കര SD കോളേജിന് സമീപം വീട് വാടകയ്ക്കെടുത്ത് അനാശാസ്യ പ്രവർത്തനം നടത്തിയ 3 സ്ത്രീകളെയും 2 പുരുഷന്മാരെയും നാട്ടുകാർ പിടികൂടി കൊട്ടാരക്കര പോലീസിൽ ഏൽപ്പിക്കുകയും അത് നിരവധിയായ നവമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. നവമാധ്യമങ്ങളിൽ വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പെൺവാണിഭ റാക്കറ്റ് വാർത്തകൾ നൽകിയ ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് കൊട്ടാരക്കര ടൗണിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. രാത്രികാലങ്ങളിൽ കൊട്ടാരക്കര KSRTC പ്രൈവറ്റ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചും മറ്റു മേഖലകളിലും റെയിൽവേ സ്റ്റേഷൻ അടക്കം നിരവധിയായ പെൺവാണിഭ സംഘത്തിൻ്റെ പ്രവർത്തനം മൂലം ആളുകൾക്ക് അതുവഴി പോകാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടെന്നാണ് നാട്ടുകാഴ്ചയിൽ വാർത്ത 24-നോട് പറഞ്ഞത്. തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായ കൊട്ടാരക്കരയിലാണ് ഇത്തരത്തിലുള്ള സംഭവം നടക്കുന്നു എന്നത് വളരെയധികം ആശങ്കയോടുകൂടിയാണ് ജനം ഇതിനെ കാണുന്നത്. ഈ വിഷയത്തിൽ കൊട്ടാരക്കര പോലീസും ഭരണകൂടവും ശക്തമായ നടപടിയെടുക്കുന്ന പ്രതീക്ഷയിലാണ് ജനം. ഇപ്പോൾ ഈ വിഷയത്തിൽ പരസ്യമായ ഒരു പ്രതികരണത്തിലേക്ക് കടന്നു വരാൻ ഇടയാകാത്തത്.